അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ ഞാൻ നല്ല സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. നമുക്കിന്ന് ഒരു കൈപ്പക്ക അച്ചാർ ഉണ്ടാക്കിയാലോ. എന്താണ് കൈപ്പക്ക എന്നല്ലേ, അപ്പോൾ നമ്മുടെ കാസർഗോഡൊക്കെ നമ്മുടെ പാവയ്ക്കില്ലേ അതിനെ കൈപ്പക്ക എന്നും പറയൂ കേട്ടോ. അപ്പോൾ നമുക്ക് കൈപ്പക്ക അച്ചാർ ഉണ്ടാക്കാം. അതിനിടയ്ക്ക് ഞാൻ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാനിതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് മെയിൻ ഫോക്കസ് കൈപ്പക്ക അച്ചാറിലാണ്. ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് കൈപ്പക്കയും കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ സെറ്റാക്കിയ കൈപ്പക്ക മാറ്റി വെച്ചതിന് ശേഷം അതേ ചട്ടിയാരും ശ്രദ്ധിക്കേണ്ട, പഴയ ചട്ടിയാണ്. ആ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവയിട്ട് നല്ല നീളത്തിൽ മുറിച്ച് വെച്ച ഇഞ്ചിയും പിന്നെ നല്ല വെളുത്തുള്ളിയും എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി, പിന്നെ ഇതിൻ്റെ കുറച്ച് മുളക് അത്യാവശ്യമാണ്. നമ്മൾ നല്ല മഞ്ഞ നിറത്തിലുള്ള കൈപ്പക്ക അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ ആവശ്യത്തിന് വിനാഗിരിയും ചേർത്ത് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ പാവയ്ക്ക, വഴറ്റി വെച്ച പാവയ്ക്ക ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി പാവയ്ക്ക അച്ചാർ റെഡിയായി. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. എന്നാൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ലാസ്റ്റ് കുറച്ച് കായം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല കിടുക്കാച്ചി മഞ്ഞ നിറത്തിലുള്ള പാവയ്ക്ക അച്ചാർ. മസ്റ്റ് ട്രൈ ആണ്. അതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ ബീട്രൂട്ട് അച്ചാറും റെഡിയാക്കിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.